നീ ഇവിടെ നിൽക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, ഇങ്ങോട്ട് നോക്കിക്കേ, എൻ്റെ മുഖത്തോട്ട് നോക്കണം. നിന്റെ അകം കിടന്ന് കരയുന്നത് എനിക്ക് കാണാം, ഭയങ്കരമായിട്ട് കരയുന്നത് എനിക്ക് കാണാം. നിന്റെ അകത്തൊരു പേടിയുണ്ട്, നീ സക്സസ് ആകുമോ എന്നൊരു ഭയം നിന്റെ അകത്തുണ്ട്. ചോദിച്ചേ, ശരിയാണോ എന്ന് ചോദിച്ചേ. മൈക്കിൻ്റെ അകത്തൂടെ പറയണം. ആ ഉണ്ട്. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്ന പറയും. സക്സസ് ആവുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു, എന്നാൽ ഉറപ്പൊട്ട് ഇല്ലതാനും. ചോദിച്ചോ. അതെ, നിങ്ങളെ കാണുമ്പം ഞാൻ രാവിലെ എനിക്കൊരു സംശയം പോലെ തോന്നിയത്, നിങ്ങളെ കാണുമ്പം അങ്ങോട്ടൊന്ന് ക്യാമറ വെച്ചാണ്ട് അങ്ങോട്ട് ആ സെലിനമ്മാമ്മയുടെ ഇപ്പുറത്തിരിക്കുന്ന അമ്മാമ്മയുടെ പേരെന്തോന്ന് ചോദിച്ചേ. എന്തിയേ ഓടിച്ചല്ലേ, മൈക്കോട് ഓടിച്ചല്ലേ, എന്തോന്ന് ചോദിച്ചേ. അടുത്ത ആൾ പോ, മൈക്കോട്ടെ, അടുത്ത ആൾ പോ, ഓടിച്ചല്ലേ. എന്തോ അമ്മാമ്മയുടെ പേരെന്തോന്ന് ചോദിച്ചേ. അജയ. ഓക്കെ, ഇനി ഇപ്പുറത്തോട്ട് വന്നിട്ട് ഇയാളോട് ചോദിച്ചേ, ആ പേരെന്തോന്ന് ചോദിച്ചേ. ജയ. ഓക്കെ, പരിശുദ്ധാത്മാവിനോട് പറയുന്നത് പറയാം. എന്നെ കർത്താവ് കാണിക്കുന്നത്, ഇനിയാണെങ്കിൽ തന്നെ നിന്റെ മുന്നിൽ ഒരു മാർഗമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു മാർഗവുമില്ല. പക്ഷെ കർത്താവ് എന്നെ കാണിക്കുന്നത് പറയാം, നിന്റെ ഒരു അക്കൗണ്ട് എന്നെ കാണിക്കുന്നു. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് കാണിക്കുന്നു. ആണോ? കറക്റ്റ് ആണ്. Come on, prophesy. ആ അക്കൗണ്ടിലേക്ക് കർത്താവ് എന്നോട് പറയുന്നു, ലോണ് പോലെ ചിലത് പാസ്സാകുമെന്ന് കർത്താവിനോട് പറയാൻ പറയുന്നു. ഇപ്പോഴെല്ലാം ഇച്ചിരൂടെ കഴിഞ്ഞ് അത് പാസ്സാകും. അടയാളം ആ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 എന്നുള്ള സംഖ്യയിലാണ്. ആ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാവോ? അക്കൗണ്ട് നമ്പർ കയ്യിലുണ്ടോ? നോക്കിക്കേ ജിജോയെ, ഒരു 6ഉം 2ഉം നോക്കിക്കേ ജിജോയെ. പ്രാർത്ഥിച്ചേ, ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചേ. എല്ലാ തോൽവികൾക്കും നാഥാ നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി. കറക്റ്റാണ്. ആദ്യത്തെ അക്കം 6ആണ്. കറക്റ്റാണ്. പ്രോഫറ്റ് കറക്റ്റാണ്. ആദ്യത്തെ സംഖ്യ 6ആണ്. ആമേൻ. ഇടയിൽ 2 ഉണ്ട്. ആമേൻ. പ്രൊഫസർ, ഇന്ന് പകൽ ദൈവം അത്ഭുതം ചെയ്യാണ്. കരമടിച്ച് യേശുവിനെ. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. ഇത് കള്ളത്തരമാണെന്ന് വല്ലതും തോന്നുന്നുണ്ടോ? മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇതുവല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ പൊന്നു സഹോദരി? ആ ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ടോ? അക്കൗണ്ട് നമ്പരോ എന്തെങ്കിലും? നിങ്ങൾ എങ്ങനെ നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കാര്യം എന്തെങ്കിലും? ഇല്ല. വിശ്വസിക്കുന്നുണ്ട് യേശുവാണ്. വിശ്വസിക്കുന്നോ? ഇവരുടെ വീട് അറിയാവോ? നിങ്ങളുടെ ആരാന്നാ പറഞ്ഞത്? ജ്യേഷ്ഠന്റെ മകളാ. ഗിരീഷ് ബ്രദറെ, പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്ന പറയാം. വള്ളക്കാലി തന്നെയാണോ ഇത്? ആണോ? ഞാനൊരു കാഴ്ച കൊടുക്കാം. ഈ വള്ളക്കാലിക്ക് അറിയാം. കഴിഞ്ഞ ദിവസം സ്വപ്നത്തിൽ ഒരു കാഴ്ച കണ്ടത് പറയാം. വള്ളക്കാലി, ഒരു ട്രാവലർ എന്നെ കാണിച്ചിട്ട് അത് വള്ളക്കാലി ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ കണ്ട കാഴ്ച പറഞ്ഞത്. ഞാൻ കാണുക, ഗിരീഷ് ബ്രദർ അതിന്റെ ഫ്രണ്ടിൽ ഒരു വെള്ളയൊക്കെ ഇട്ട് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക. ആള് കയറട്ടെ ഇങ്ങനെ പറയുക.
ഞാൻ വെറുതെ പറയല്ലേ, എന്നോട് പരിശുദ്ധം ഇങ്ങനെ ആളിങ്ങനെ തിങ്ങി കയറിയിട്ട് ഇങ്ങനെ നിങ്ങൾ പറയാ കേറ് 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 എന്ന് പറയുക. കേറ് കയറെന്ന് പറഞ്ഞിട്ട് എന്നെ ഫോൺ ചെയ്യുന്നു. കേട്ടു പറയാം, പാസ്റ്റേ ഈ വണ്ടി പോരാ, ഒന്നുകൂടെ വേണം, എന്തേലും കാര്യം ചെയ്തു തരണം. പരിശുദ്ധ ഇടപെട്ടതാണ്. കർത്താവ് എന്നെ കാണിക്കുന്നു, നിന്റെ വീടിന്റെ പുറകിൽ ഒരു കണ്ടമൊക്കെ കർത്താവ് എന്നെ കാണിക്കുന്നു. ശരിയാണോ? ശരിയാണ്. ഒരു കണ്ടവ, നിന്റെ വീടിന്റെ പുറകെ കണ്ടവാ കാണിക്കുന്നത്. നിന്റെ ആ വീട് ദൈവം പണിയാൻ പോവാ. പണിയാൻ പോവാ. തീർന്നില്ല. കർത്താവ് എന്നെ ഗിരീഷ് ബ്രദറെ ഈ ദൂത് കഴിയുമ്പം നിങ്ങളുടെ മേൽ പഞ്ചായത്തോ അമ്മാതിരി സെറ്റപ്പിൽ ഒരു 4.5 ലക്ഷം രൂപ പാസ്സാകുന്ന രീതിയിൽ എഴുതിയിട്ടോ. ഈ പറയുന്നത് 25 പകുതിയാവുമ്പം ആ വീടിന്റെ രൂപമേ ദൈവം എടുത്ത് മാറ്റും. അടയാളം കൂടെ അവിടെ നിൽക്കും. 2 ചേട്ടത്തി അനീതി വന്നു. അതോ എന്തോ അമ്മ എങ്ങനെ അതിന്റെ ഇത് ബന്ധം? ഏച്ചി മോള ഉള്ളതാട്ടെ. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു ചേട്ടത്തിന്ന്. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞേ. ഓക്കെ, വെയിറ്റ്. 2 പേര് നിൽക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണല്ലോ. ഒരു 9 സംഖ്യ കാണിക്കുന്നു, 3 പൂജ്യം കാണിക്കുന്നു, അവസാനം 2 1 കാണിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്തോ. കർത്താവ് എന്നെ കാണിക്കുന്നു, വരാൻ പോവാ. നല്ലൊരു ആരാധന കൊടുത്താട്ടെ. മക്കളെ, പരിശുദ്ധാത്മാവിനെ ഈ നീയുമായിട്ട് സംസാരിക്കുമ്പോഴെല്ലാം എന്നെ ഈ ഗിരീഷ് ബ്രദറെ ഇവരുടെ തലമുറയിൽ എവിടെയോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടയോ ഈ എസ് എന്നുള്ള അക്ഷരവുമായി ബന്ധപ്പെട്ടൊരു ഇതാണ് തുടക്കം. എസ് എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പേര്. സിന്ധു. ആരാ അത്? എസ് എന്ന അക്ഷരമുണ്ട്. അവളുടെ അമ്മയുടെ പേരാണ് സിന്ധു. ആരാധന കൊടുത്താട്ടെ. ചേട്ടത്തി അറിയത്തില്ലയോ? ആ സിന്ധുവുമായി ബന്ധപ്പെട്ട് അവരുടെ നടുവിന്റെ മേൽ ഒരു സൗഖ്യത്തെ ദൈവം അയക്കാൻ പോവാ. സിന്ധു ആരാ? അവരുടെ നടുവിന് എന്തെങ്കിലും തകരാറുണ്ടോ? എന്നെ കർത്താവ് കാണിക്കുന്ന നടുവിന് L2 L1 ആ ഭാഗത്ത് ഒരു സൗഖ്യം നടക്കും. സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ആരോ ഈ വിജയൻ എന്ന് പേരുള്ള ആരോ നിങ്ങളുടെ ബന്ധുക്കാരുണ്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചോണം. ദൈവം അതിനകത്ത് ചിലത് ചെയ്യാൻ പോവാ. വിജയൻ പ്രാർത്ഥിച്ചോണം. ആരാന്നുള്ള അറിയാവോ? നിങ്ങളുടെ ആരോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. വിജയൻ ആരാത്? ആങ്ങളയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവൻ്റെ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവൻ്റെ മേൽ പിശാചി വെച്ചിരിക്കുന്ന ഒരു അറ്റാക്ക് ഇന്ന് ദൈവം പൊളിക്കാൻ പോവാന്ന് പറയാൻ പറയുന്നു. ആ പേര് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പകല് കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി പോയി. വിജയൻ എന്നുള്ള പേര് വെച്ച് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. വിജയന്റെ മേൽ ഒരു വിജയൻ ഒരു പ്രത്യേകതരം വ്യക്തിയാ. ഒരു വേറൊരു സ്വഭാവക്കാരനാ. ആരെ അംഗീകരിക്കുന്ന ആളല്ല. ആണോ? ചോദ്യര് ആന്ന്. ആളിയൻ ശരിയാണോ? ആണോ? അവന്റെ മേൽ അച്ഛൻ്റെ അത്ര ജോലി വല്ലോ ആണോ? പുള്ളി എന്താ ജോലി ചെയ്യുന്നേ? ആണോ? പക്ഷെ അദ്ദേഹത്തിന് ഹൃദയവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തിലെ 4 പേരെ ഒരുപോലെ ബാധിക്കുന്ന 4 പേരാണോ? 4 പേരെ ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയത്തെ ഇന്ന് ഇവിടെ വെച്ച് പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റാൻ പോവാ.
നമ്മളെ കർത്താവ് അങ്ങനെ പറയാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കുരുക്ക് തലമുറകളായിട്ട് ഇറങ്ങി വന്ന ഒരു ശാപത്തിന്റെ കുരുപ്പ്, ലക്ഷ്മി എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട് വന്ന ശാപം എന്ന് ദൈവം പൊളിക്കും. തലമുറകൾക്ക് മുമ്പ് ഇറങ്ങി വന്നതാ എന്ന് ദൈവം അത് പൊളിക്കും. പ്രാർത്ഥിക്കുക. ഓക്കെ, ഇരുന്നാട്ടെ. നമ്മളുമായിട്ട് ബന്ധ വിഷയം. കുഞ്ഞെ, നിന്റെ സാധ്യത നോക്കിയാൽ ഒരു സാധ്യതയുമില്ല. നിനക്ക് അങ്ങനെ ഒരു സംഭവത്തിൽ കയറാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് അങ്ങനെയല്ല. നിന്നെ ദൈവം കണ്ടത് ആ ഒരു സാധ്യതയ്ക്കകത്താണ്. ആ സാധ്യതയിലേക്ക് ദൈവം നിന്നെ കൊണ്ട് കയറ്റാൻ പോവാന്ന് പറയുന്നു. എൻ്റെ കർത്താവ് കാണിക്കുന്ന വലിയ വീതിയില്ല, അത്യാവശ്യം വീതിയുള്ള റോഡ് കാണിച്ചിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ആ അവിടുന്ന് ഇങ്ങോട്ട് കയറി അതെ, വലിയ വീതിയുമല്ല, ചെറിയ റോഡാണ്, ഒരു ചെറിയ വലിയ വീതിയുമല്ല, എന്നാൽ വലിയ ചെറുതുമല്ലാത്ത ഒരു റോഡ്. ആ റോഡ് എന്നെ കർത്താവ് ആ റോഡിന്റെ ഇടതുവശവുമായി ബന്ധപ്പെട്ട് എവിടാ? ഇടതുവശത്താണ് ആ വീട് ഇരിക്കുന്നത്. ഇടതുവശം കയറി വന്നിട്ട് ഇടതുവശം. ആ അങ്ങനെ പറഞ്ഞു. ഇടതുവശത്തെ വീടുമായി ബന്ധം. ഞാൻ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് വരാൻ പോവാ. ഗിരീഷ് ബ്രദറിന്റെ ഭാര്യയുടെ സ്വപ്നങ്ങളിലേക്ക് വരാൻ പോവാ. ഇവിടെ സ്വപ്നം കണ്ടാൽ അത് നടക്കും, നടന്നേ പറ്റൂ. കർത്താവ് എന്നെ കാണിക്കുന്നത് ആ വീട്ടിൻ്റെ അകത്തേക്ക് ദൈവം ഒരു മിറക്കിൾ ചെയ്യാൻ പോവാ. ആ വീട്ടിൻ്റെ അകത്തേക്ക്, അതിൻ്റെ അകത്ത് കർത്താവ് എന്നോട് പറയുന്നു, നിന്റെ പിതാവുമായി ബന്ധപ്പെട്ട് ഒരു മരണത്തെ ദൈവം എടുത്ത് കളഞ്ഞതാണ് പറയുന്നു. വർഷങ്ങൾക്കുമുള്ള മരണത്തെ എടുത്ത് കളഞ്ഞതാണ്. പക്ഷെ ഇനി അങ്ങനെയല്ല, നീ സക്സസ് ആവും. നീ മൂലം നിന്റെ വീട് പണിയപ്പെടും. ആമേൻ. ആ ഏറിയെന്ന് തന്നെ ദൈവം നിന്നെ മാറ്റും, പുറത്തേക്ക് കൊണ്ട് ഇറക്കും. കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഇരുന്നാട്ടെ. സിസ്റ്ററെ, ഇനി നിങ്ങൾ കേട്ടോണം. ഇതുവരെയായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളോട് ഞാൻ പ്രവചിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് നിങ്ങളോട് പ്രവചിക്കും. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ച അറിയാം. നിങ്ങൾ ഇപ്പം താമസിക്കുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ ഇരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ വീട് പോലും കണ്ടിട്ടില്ല, പക്ഷെ ആ ചെറിയ വീട് ദൈവം നിരപ്പാക്കും. ആമേൻ. ഇതൊരു പ്രത്യേക ആംഗിളിൽ കിടക്കുന്ന വീടായത്. 2 മുറിയാണോ? 2 മുറിയാണോ കർത്താവിനെ കാണിക്കുന്നത്? 2 മുറി. 2 മുറി എന്ന് പറഞ്ഞാൽ ചെറിയ 2 മുറി. വലിയ മുറിയല്ല. അളവറിയാവോ? ഒന്ന് 10ക്ക് 10. ഒന്ന് 10ക്ക് 10 ആണോ അല്ലേ? യെസ് ഓർ നോ? ഒന്ന് 10ക്ക് അമ്മാമ, ഒന്ന് 10ക്ക് 10. പക്ഷെ മറ്റേത് 10ക്ക് 8. ആണോ? ഓക്കെ, കറക്റ്റ്. 10ക്ക് 8. ഒന്ന് 10ക്ക് 10. കാരണം അതങ്ങനെ അതിനകത്ത് വേറെ ഈ അടുക്കളയെന്ന് പറയുന്നതും അത് വിവരണിക്കുന്നില്ല. അങ്ങനെ അതിൻ്റെ ഒരു ഇടപാട്. പക്ഷെ അതിൻ്റെ അകത്ത് എങ്ങനെ നിങ്ങൾ സെറ്റാകുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ, വേറെ ആരെ കൊണ്ടും അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ രീതിയിൽ അതിൻ്റെ അകത്തൊരു ഇടപാട്. ചെറുതെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് കയറിയ പ്രശ്നമാണ്. ഞാൻ അതിൻ്റെ അകത്ത് 2 തിരി തിരിഞ്ഞാൽ മൊത്തം ആ സൈഡിൽ ഇരിക്കുന്ന പാത്രമെല്ലാം കൂടെ നേരെ താഴെ കിടക്കുകയും ചെയ്യും. എഴുതി കിട്ടോ സിസ്റ്ററെ, ഇന്നിവിടെ വെച്ച് നിന്റെ സ്വപ്നം ദൈവം പൂർത്തീകരിക്കും. കേട്ടോണം. 3 മുറി താഴെ. അവിടെ ചോദ്യം സ്വപ്നമായത്. സ്വപ്നമായത് 3 മുറി താഴെ. 3 മുറി താഴെ നിങ്ങൾ വെച്ച കാൽക്കുലേഷൻ. ഒന്ന്, നിങ്ങൾ സ്നേഹത്തോടെ ഇദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, പപ്പാച്ചി. കറക്റ്റ് ആണോ? ആണോ? ആ പപ്പാച്ചി തരാ മോനെ. സ്നേഹത്തോടെ വിളിക്കും. ഒന്ന് എനിക്ക് ഞങ്ങളുടെ പപ്പാച്ചിക്കും, ഒരെണ്ണം മൂത്ത പയ്യന്, ഒരെണ്ണം രണ്ടാമത്തെ പയ്യന്. നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞത്.
ഇനി കളറ് കൂടെ വേണേ പറയാം. വീടിന്റെ അകത്ത് റോസ് കളറ്. ചോദ്യം ഇത് ശരിയാണോ? ആണോ? നിങ്ങളുടെ സ്വപ്നത്തിൽ കിടക്കുന്ന ഞാൻ പറയാം. ഈ കണ്ട സ്വപ്നം 25 ഈ കണ്ണുനീരിന് അത് നടപ്പാക്കിയിരിക്കും. ഞാൻ വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ. എന്നെ കർത്താവ് അങ്ങനെ കാണിക്കുക. എന്നോട് പരിശുദ്ധ ഗിരീഷ് ബ്രദറെ, ഈ ഞാൻ വീട് കണ്ടിട്ടില്ലേലും വലിയ മിറ്റം ഒന്നും ഇല്ലാത്തൊരു വീടാണ് കാണിക്കുന്നത്. മിറ്റമെന്ന് പറയാനില്ല. ഇല്ല, ഇത് ഇങ്ങനെ അതെന്തോ ചെടിയാണോ നട്ടിരിക്കുന്നത്? എന്താ സാധനം? ചെടി അങ്ങനെ നട്ടിരിക്കുന്നത്. ഓക്കെ, അതിങ്ങനെ നീളുന്നത് എന്ന് വെച്ചാൽ ഇത് ഈ സ്റ്റേജിൽ താഴെ ഇറങ്ങിയ ഇത്രയേ ഉണ്ടോ? അത് ഇത്രയേ ഉള്ളൂ. ഇത് ആ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സ്റ്റേജിൽ ഇറങ്ങിയ അവസ്ഥ. ഇത് കഴിയുമ്പോൾ ഒരു ദൂതൂടുണ്ട്. ഇതൂടെ വേണം കേട്ട്. ഇത് കഴിയുമ്പോൾ പിടിക്കണമെങ്കിൽ പിടിച്ചോണം. കാരണം നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്താൻ പോകുന്ന ഒരു കടമുറിയുടെ കഥയും കൂടെ ഇതിന് ശേഷമുണ്ട്. വരുക എന്നെ അങ്ങനെ ഒരു മിറ്റം കാണിച്ചിട്ട് കർത്താവ് എന്നെ മിറ്റവും ഞാൻ ആദ്യം മുറ്റത്തോട്ടൊന്ന് ഇറങ്ങട്ടെ. ഗിരീഷ് ബ്രദറിന്റെ ആ രണ്ട് മുറിയിലുണ്ട്. ഒരു മുറിയിലുണ്ട് ഇങ്ങോട്ട് കേട്ടോ, വലതുവശത്തെ മുറിക്കകത്ത് ഞാനുണ്ട്. അതാണ് ചെറിയ മുറി. അവിടെ വാ, അതിൻ്റെ അകത്ത് ഞാനുണ്ട്. നിങ്ങളുടെ ലോകമായത് ഈ ചെറിയ മുറി, നിങ്ങളുടെ ലോകമാണ്. കാരണം ഗിരീഷ് ബ്രദറിന്റെ ഒരു ഇത് ജുബായാന്നോ അവിടെ തൂക്കിയിട്ടിരിക്കുന്നു. എന്തുവാ അത്? ആ ചോദ്യം എവിടെ? ചോദ്യം ഒരു ജുബ്ബ പോലെ ഒരു ഡ്രസ് അവിടെ ഉണ്ട്. തൂക്കിയിട്ടിട്ടുണ്ട്. പ്രോഫറ്റ് കറക്റ്റ്. ഓണമായിട്ട് ആ ചുരിദാറൊക്കെ ഇട്ടാൽ പോരായിരുന്നു. നല്ലൊരു ചുരിദാറാണ് ഇരിക്കുന്നത്. ഒരു വൈറ്റ് കളർ പോലെ ഇരിക്കുന്നത്. ചുരിദാറാണോ ഫ്രോക്കാണോ എന്തോന്നാ അത്? ആണോ? ചുരിദാറാണോ? അതങ്ങോട്ടെ, അത് മതിയായിരുന്നല്ലോ, നല്ലതായിരുന്നല്ലോ, അത് ഉഗ്രനായിരുന്നു. പലത്തെ മുറി ആഹാര സാധനം ഇതിൻ്റെ അകത്ത് പൊടിച്ചിടരുത്. മിച്ചറും ബിസ്ക്കറ്റും ഒന്നും ഇതിൻ്റെ അകത്ത് പൊടിച്ചിടരുത്. ഉറുമ്പ് കയറും. ഗിരീഷ്മേ, ഈ കാണുന്ന തറയുണ്ടല്ലോ, തറ, ഇതിന്നൊരു വിടുതലുണ്ട്. നീ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണെങ്കിൽ, ഞാൻ ഈ ചവിട്ടിയിരിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ തറയാ. ഒരു മനോഹരത്വമില്ലാത്ത ഈ തറ ടൈലിന്റെ അകത്തൂടെ കയറി നടക്കും. ഇനി ഇപ്പുറത്തൂടെ കറങ്ങട്ടെ, പുറത്തു വശത്തൂടെ ഒന്ന് കറങ്ങി വരട്ടെ. മുറ്റത്തോട്ട് ഇറങ്ങി ഇതിനകത്ത് എങ്ങനെയാ കുളിക്കുന്നേ? ഈ ബാത്റൂമിൽ എങ്ങനെ കുളിക്കും? ഇതിനകത്ത് ആള് കയറി ആകാശഭൂമി സർവ്വലോകം കാണാമല്ലോ ഇതിനകത്ത്. നീ ദൈവത്തെ വിളിക്കുന്നവനാ. ബാബാ കം കം, എഴുന്നേറ്റേ വന്നേ. നീ ദൈവത്തെ വിളിക്കുന്നവനാ. നിനക്ക് ഇങ്ങനെയുള്ള ഉണ്ടാകാൻ പറ്റത്തില്ല. ഇത് നിന്റെ അല്ല. വീടിനകത്ത് ദൈവം ചെയ്യും. ദൈവം ചെയ്തു തരും, എഴുതിയിട്ടു. പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടു, ഈ സ്ഥലമില്ലല്ലോ. ഇത് തീരെ സ്ഥലം. ഇത് 3 സെന്റാണോ 2 സെന്റാണോ? ഇത് 4 സെന്റാണ്. പക്ഷെ 4 സെന്റ് ഒരു പകിട്ടുമില്ലത്. സ്ഥലത്ത് ഈ വീടിരിക്കും. ഇത് 4 സെന്റ് ഉണ്ടോ? അളന്ന് നോക്കിയിട്ടുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഇത് തീരെ എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ്. ഞാൻ 3 സെന്റിൽ കിടന്നവനാ.
അതിന് 3 സെന്റ് ഇതിനകത്ത് കയറി കൊട്ടാരമാണ്. ഇതിനകത്ത് കയറി കണ്ടു തന്നവരെല്ലാം ഞെട്ടിയിട്ടുണ്ട്. എടാ ഇതൊക്കെ ഉണ്ടോ പാസ്റ്റർക്ക് 3 സെന്റിൻ്റെ അകത്ത് ഇത്രയും വലിയ കൊട്ടാരം. എൻ്റെ വീട് റേച്ചാൽ കണ്ടിട്ടില്ലേ? കണ്ടാൽ എന്തോ പറയും, ഒരു 8 സെന്റിൻ്റെ അകത്തിരിക്കുന്ന വീട് പോലെ തോന്നും. പക്ഷെ ഇത് എനിക്ക് ഒന്നും തോന്നുന്നില്ല ഇതിൻ്റെ അകത്ത്. കാര്യം ഇനി ഈ മുറ്റത്ത് വെള്ളം കിടക്കുന്നത് കൊണ്ടാണോ? വെള്ളത്തിൻ്റെ അംശമാണ് ഇവിടെ മുഴുവൻ. ഇതിപ്പോ മഴ പെയ്യുന്നില്ലല്ലോ പിന്നെയും. പക്ഷെ ഇവിടെ വീടിനകം നനവുള്ളതാണ്, നനവുള്ള സ്ഥലമാണ്. വളരെ വേറൊരു ലോകമായത്. ഗിരീഷ് ബ്രദറെ, ഞാൻ ഉറപ്പാ പറയുന്നത്, ഞാൻ ചുമ്മാ ഇല്ലാത്ത പറയുന്നത്. നെഞ്ചത്ത് കൈവച്ചാ പറയുന്നത്. എന്റെ ദൈവം വിശ്വസ്തനാ. നിങ്ങളുടെ ഫുൾ നെയിം എന്നെ ഗിരീഷ് കുമാർ KG. നിങ്ങളുടെ ഫുൾ പേര് രാജീവ്. ആണ് നിങ്ങളുടെ പേര്. നിങ്ങളുടെ പേരിൽ സർക്കാരിൽ നിന്നൊരു ഫണ്ടുണ്ട്. നിങ്ങളുടെ പേരിൽ ഇത് പൊളിച്ചു പണിയാൻ ഒരു വാടക വീട് തപ്പി റെഡിയാക്കി വെച്ചോ. ഇവിടെ പണി നടക്കാൻ പോവാ. കണ്ടാൽ ചെറുതായിട്ട് തോന്നുമെങ്കിലും മുട്ടനൊരു പണി നടക്കും. നിറച്ചു മണ്ണിട്ട് കിളത്തിക്കൊണ്ട് അതിൻ്റെ അകത്ത് ഒരു പണി ദൈവം ചെയ്തു തരും. അടുത്ത ഘട്ടം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. നിങ്ങളുടെ വത്സല ആൻറ്റിയുടെ അതുവഴി മുന്നോട്ട് പോയി. അതല്ലേ പാവുക്കര? വത്സല ആൻറ്റിയുടെ ഏറിയായിരുന്നു പാവുക്കര അല്ല, പാവുക്കര കഴിഞ്ഞാണ് ഞാൻ പോകുന്നത്. 2 കിലോ. നമ്മൾ ഈ റെയ്ച്ചാൻ്റെ അങ്ങോട്ട് പോകാൻ വേറൊരു വഴി ചെന്ന് ചാടുമല്ലോ. അതെന്തുവാ സ്ഥലം? വിയപുരം. സഹോദര, വിശ്വസ്തനായി നിന്നോ. ഈ പാവുക്കരയൊന്നുമല്ല, വിയപുരത്ത് ദൈവം നിനക്കൊരു കടമുറി തരും. അതാണോ വിയപുരം? പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഈ വിയപുരത്ത് ദൈവം നിന്നെ വളർത്തും. അവിടെ ഒരു കടമുറി തരും. എന്നെ ഈ നിങ്ങളുടെ കൈ കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കും. നിങ്ങളുടെ കൈ ജ്യൂസുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ ദൈവം പ്ലാൻ. കട ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇതൊരു ജ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ജ്യൂസർ മേടിച്ച് വെച്ചേക്കുന്നു. ആമേൻ. ജ്യൂസറും ഫ്രിഡ്ജും എല്ലാം മേടിച്ച് വെച്ചു. ജ്യൂസർ ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണോ? ഗുരുത്തം പറ്റി പോണ്ടാതിന്ന ആളാ. എന്നെ വിളിക്കണ്ടേ? പ്രാർത്ഥിച്ചപ്പോഴേ ചെയ്യത്തില്ലയോ ഞാൻ? ശരി, ജ്യൂസർ എവിടുന്നാന്ന് ചോദിക്കല്ല. കാക്ക വരുന്നുണ്ട്. ഒരു ബേക്കറിക്കുള്ള കാക്ക വരുന്നുണ്ട്. ബേക്കറി ഇടാനാണ്. പ്രോഫറ്റ് പറഞ്ഞ കറക്റ്റ് ആണ്. ഒരു ബേക്കറി ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് ജ്യൂസ് ഉണ്ട്, അതിനകത്ത് ബേക്കറി ഐറ്റംസ് ഫുള്ളും പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ശേഷം നല്ലൊരു ആരാധന കൊടുത്താട്ടെ. ബിസ്ക്കറ്റൊക്കെ മാത്രം ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു വെച്ചത്. ഇയാൾ എന്നോട് എന്നാണ് ഇത് പറയാഞ്ഞേ? ആ ബിസ്ക്കറ്റാണോ ഇവന്റെ മുറി പൊടിഞ്ഞു കിടക്കുന്നത്? നീ അതാണോടാ വാങ്ങി വെച്ചേക്കുന്നേ ഉള്ളോ? ഓ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. ഓ തുടങ്ങും. പെതിയല്ല, വേഗത്തിൽ. പെതിയ പരിപാടി ഇവിടെ ഇല്ല. ഇത് മിന്നലാ, മിന്നൽ. അത് സെറ്റ് ചെയ്യാൻ പോവാ ദൈവം. സെറ്റ് ചെയ്യാൻ പോവാ. നിങ്ങൾ അവിടെ കൊണ്ട് തീരത്തില്ല സഹോദര. ഒരു ബേക്കറി കൊണ്ട് തീരത്തില്ല സഹോദര. എന്നെ കർത്താവ് കാണിക്കുന്ന ഈ ചെറിയ ചെറിയ വർക്കുകൾ, പാലപ്പം, സ്റ്റൂവ്, ആ വക സംഭവങ്ങൾ നിങ്ങളുടെ ഏറിയൽ നിങ്ങളത് ചെയ്യും. പ്രത്യാശയില്ലാത്ത ആളോട് മാറിയിരിക്കാം അങ്ങോട്ട്. നിങ്ങളത് ചെയ്യും. ആയിരിക്കും അങ്ങോട്ട്. എൻ്റെ കീഴിലങ്ങ് വന്നു പോയിക്കരുത്. നിങ്ങളത് ചെയ്യും. പിടിച്ചടക്കുന്നവളാ നീ പിടിച്ചടക്കും. ദേശം പിടിച്ചടക്കും. നിന്റെ കൈകൾ കൊണ്ട് അത് നീങ്ങും. പരിശുദ്ധാത്മാ നിന്റെ കൂടെ ഉണ്ട്. എഴുതിയിട്ടോ. എൻ്റെ ബോധ്യമല്ല ഞാൻ ഈ പറയുന്നത്.
ഞാൻ നിൽക്കുമ്പോൾ കർത്താവിനെ കാണിക്കുന്നു, ഒരു ഏഞ്ചലിനെ കർത്താവിനെ കാണിക്കുന്നു. നിന്റെ കൂടെ ഉണ്ടത്. കർത്താവ് അത് നിനക്ക് വേണ്ടി സെറ്റിൽ ചെയ്യുന്നതിനോട് പറയാൻ പറയുന്നത്. തോറ്റെടുത്ത് നിന്ദിച്ചെടുത്ത് രക്ഷപ്പെടത്തില്ലെന്ന് അറിയിച്ചെടുത്ത് ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കും. കർത്താവ് കൂടെയുണ്ട്. എഴുതിയിട്ടോ ഈ ദൈവസന്നിധി നിങ്ങൾ അങ്ങ് നിന്ന് തന്നാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഗിരീഷ് ബ്രദറെ ഒരു ശുശ്രൂഷയുടെ കയ്യിലുണ്ട്. പക്ഷെ അതിനെ നിങ്ങൾക്ക് പാകപ്പെടുത്താൻ ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അത് പാകപ്പെടുത്തി എടുത്തിയാൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ എഴുതിയിട്ടോ ഓൺ മിനിസ്ട്രി അല്ല സഹോദര, നിങ്ങൾ ഒരിടത്ത് നിൽക്കണം, നിന്ന് ശുശ്രൂഷ ചെയ്യണം. ചെയ്യുകയാണെങ്കിൽ ദൈവം നിങ്ങളെ പൊക്കും, അനേകം പേരെ ദൈവം വരുത്തും. Come on. രക്ഷപ്പെടും, Yes. രക്ഷപ്പെടും. Command prosperity. കാര്യം ഇന്നില്ലാത്ത അന്നൊന്നുണ്ടാകും. Amen. അത് 2-3 അലമാരികൾ ഉണ്ടാകും. ഇന്നില്ലാത്തത് അന്നുണ്ടാകും. ഉണ്ടാകും. ഒരു അലമാരിക്കകത്ത് നിറച്ച് സാരിയാ, സെറ്റ് സാരി പോലെ ഇരിക്കുന്നത്. മറ്റേ ആ കുന്തത്തിന് എന്താ പറഞ്ഞത്, കല്യാണത്തിനൊക്കെ കൊടുക്കുന്ന സാരിയുടെ പേര് എന്തോ എന്നെ പറഞ്ഞത്, എന്തോന്നാ, പട്ട് സാരിയാ. ഓഹോ, പട്ട് സാരികൾ, അതിനൊത്ത ഡ്രസ്സുകളും അതിനകത്ത് നിറയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇരുന്നാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ ഒരു അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് കാണിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ, പക്ഷെ വേറെ ഒരു അക്കൗണ്ട് കാണിക്കുന്നത് കാനറ ബാങ്ക്. കർത്താവിനെ കാനറ ബാങ്ക് കാണിച്ചിട്ട് പറയുന്നു, അതിലേക്ക് ദൈവം സെറ്റിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറയുന്നു. കാനറ ബാങ്കിലേക്ക് അത് വരും, ട്രാൻസ്ഫർ ആകുന്ന കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ.